സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സ്ട്രാറ്റസ് ആണ്. സ്ട്രാറ്റസ് മേഘങ്ങളാണ് ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്നത്. ഓപ്ഷൻ ഡി, സ്ട്രാറ്റസ്. അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അനാസാഗർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? രാജസ്ഥാനിലാണ്. അനാസാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? തന്നിരിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. മുകളിൽ പറഞ്ഞവ എല്ലാം ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം ആണ്. ഓപ്ഷൻ ഡി. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 3 പ്രസ്താവനകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന പ്രദേശം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന പ്രദേശം നീലഗിരിയാണ്. നീലഗിരി. ഓപ്ഷൻ സി, നീലഗിരി. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നുമാണ്? ഗർഭ നൃത്തരൂപത്തിന്റെ പേര് ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നുമാണ്? ഗുജറാത്താണ്. ഗുജറാത്തിൽ നിന്നുമുള്ള നൃത്തരൂപമാണ് ഗർഭ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഗുജറാത്തിൽ നിന്നുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? നെടുങ്കണ്ടമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് എവിടെയാണ് നിലവിൽ വന്നത്? നെടുങ്കണ്ടം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം മാനാഞ്ചിറ തടാകം. ഓപ്ഷൻ ബി, മാനാഞ്ചിറ തടാകം കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഒക്ടോബർ
നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? വടക്കു കിഴക്കൻ മൺസൂൺ ആണ്. വടക്കു കിഴക്കൻ മൺസൂൺ ഏത് മാസങ്ങളിലാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 നാഷണൽ ഹൈവേ 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി കണ്ടെത്തുക. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് കബനി, ഭവാനി, പാമ്പാർ, പെരിയാർ. ഓപ്ഷൻ ഡി, പെരിയാർ നദിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി. കബനി, ഭവാനി, പാമ്പാർ എന്നിവയെല്ലാം കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണുള്ളത്. അവ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. ഇന്ത്യയിലെ ആദ്യ ഇ-ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇ-ലിറ്ററേറ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ-ലിറ്ററേറ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല മലപ്പുറം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? കേരളത്തില് വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആര്? ജോൺ ജോസഫ് മർഫിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ജോൺ ജോസഫ് മർഫിയാണ് കേരളത്തിലെ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതമാണ്. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയാണ് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനം. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കണ്ണൂർ ജില്ല. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായിട്ട് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായിട്ട് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ആണ്. എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായിട്ട് നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് ഗഗൻയാൻ എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗഗൻയാൻ. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ്? സ്വാതി തിരുനാളിൻ്റെതാണ്. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്. താഴെ പറയുന്നവരിൽ 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം.
ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. ആരൊക്കെയാണ്? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ്. ഫുട്ബോൾ. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാനായിട്ട് പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 24ാമത്തെ ഭേദഗതിയാണ്. ഓപ്ഷൻ ബി 24ാം ഭേദഗതി. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 359 ആണ്. 359. മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര്? മനുഷ്യ ശരീരത്തില് രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വില്യം ഹാർവി. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. ഓപ്ഷൻ എ ആണ് ഉത്തരം. പെഡോളജി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്ന സമുദ്രമേത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ബംഗളൂരു ആണ്. ഓപ്ഷൻ ബി ബംഗളൂരു. വ്യക്തിയെ തിരിച്ചറിയുവാനായിട്ടുള്ളതാണ് അടുത്ത ചോദ്യം. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ? നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ. കണ്ണൂർ ആസ്ഥാനമായിട്ട് ജാതി നാശിനി സഭ രൂപീകരിച്ചു. ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആനന്ദ തീർത്ഥനാണ്. ആനന്ദ തീർത്ഥൻ. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ ആരാണ്? ആനന്ദ തീർത്ഥൻ. നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ. കണ്ണൂർ ആസ്ഥാനമായിട്ട് ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥൻ. അടുത്ത ചോദ്യം. കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പാലക്കാട് നിന്നുമുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. TR കൃഷ്ണസ്വാമി അയ്യറാണ് പാലക്കാട് നിന്നുമുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുവാനുള്ള ടോൾ ഫ്രീ നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുവാനുള്ള ടോൾ ഫ്രീ നമ്പർ 1098 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1098. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനമേതാണ്? 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തു. തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം ഏതാണ്? KAU മനുരത്നയാണ്. KAU മനുരത്ന എന്തിനമാണ് എന്ന് ചോദിക്കാം. എന്താണ്? നെല്ലിന്റെ ഇനമാണ്. KAU മനുരത്ന വികസിപ്പിച്ചത് മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം. തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായ നെല്ലിനം KAU മനുരത്ന. ഉമ്മിനീരിന്റെ pH മൂല്യം എത്ര? ഉമ്മിനീരിന്റെ pH മൂല്യം
6.22 7.6 ആണ്. 6.22 7.6 ആണ് ഉമിനീരിൻ്റെ pH മൂല്യം. ഹോർത്തൂസ് മലബാറിക്കസിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ഹോർത്തൂസ് മലബാറിക്കസിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? 742 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 742. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഏതാണ്? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്നത്. ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്നത് ആരുടെ കൃതിയാണ്? ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ്. കേന്ദ്ര കഥാപാത്രം ബിർസ മുണ്ട. ഗാന്ധി സെ പെഹലെ ഗാന്ധി. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? 2026 ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയിലാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് സംഘടനയുടെ സ്ഥാപക ദിനത്തെ അനുസ്മരിച്ചിട്ടാണ്? ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7 ഏത് സംഘടനയുടെ സ്ഥാപക ദിനത്തെ അനുസ്മരിച്ചിട്ടാണ്? ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനത്തെ അനുസ്മരിച്ചിട്ടാണ് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ആകാശത്തെ എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന വേട്ടക്കാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തമായ നക്ഷത്രഗണം ഏതാണ്? രാത്രികാലങ്ങളിൽ ആകാശത്തെ എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന വേട്ടക്കാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തമായ നക്ഷത്രഗണം ഓറിയോൺ ആണ്. ഓറിയൻ. ഓപ്ഷൻ സി ഓറിയോൺ. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂർ പ്രദേശത്ത് 1940 പ്രവർത്തനം ആരംഭിച്ചതും കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുമായത് ഏത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂർ പ്രദേശത്ത് 1940 പ്രവർത്തനം ആരംഭിച്ചതും കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായതും ഏത്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. പള്ളിവാസൽ. പ്രാചീന ഇന്ത്യയിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ പ്രമുഖമായ ചന്ദ്രഗുപ്ത മൗര്യന്റെ അധികാരത്തിലേക്കുള്ള ആരോഹണത്തെക്കുറിച്ചുള്ള മുദ്രാരാക്ഷസം എന്ന പ്രശസ്തമായ സംസ്കൃത നാടകം രചിച്ചത് ആര്? വിശാഖദത്തനാണ് മുദ്രാരാക്ഷസം രചിച്ചത്. പ്രാചീന ഇന്ത്യയിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ പ്രമുഖമായ ചന്ദ്രഗുപ്ത മൗര്യന്റെ അധികാരത്തിലേക്കുള്ള ആരോഹണത്തെക്കുറിച്ചുള്ള മുദ്രാരാക്ഷസം എന്ന പ്രശസ്തമായ സംസ്കൃത നാടകം രചിച്ചത് വിശാഖദത്തൻ. ഇന്ത്യയിലെ കണ്ടൽ കാടുകളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കണ്ടൽ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് കണ്ടൽ മ്യൂസിയം സ്ഥാപിച്ചത് കൊയിലാണ്ടിയിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൊയിലാണ്ടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത തീയതി എന്ന്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് 2025 ജൂൺ 6 2025 ജൂൺ 6. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് പിക്സൽ പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് പിക്സൽ പുറത്തിറക്കിയത് HDFC ബാങ്കാണ്. HDFC ബാങ്ക്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചിക 2023-24 പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചിക 2023-24 പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? കേരളവും ഉത്തരാഖണ്ഡുമാണ്. കേരളം, ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ? താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരവല്ലി നിരകളാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആരവല്ലി നിരകൾ.
ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്